ഗൈസ്, ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പുതിയതൊന്നുമല്ല, റോക്കി ബൈക്കിൻ്റെ വന്നതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ എനിക്കിപ്പോഴാണ് അതൊന്ന് സോൾവ് ആയി കിട്ടിയത്. ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സോൾവ് ആയി കിട്ടിയത്. ഞാൻ ഫസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ലംബോർഗിനി ടാർസോ കൊണ്ടൊരു കാർ കേട്ടോ. ഏതാ ലുക്ക് കണ്ട, ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ട, മുൻഭാഗമൊക്കെ ഏതാ ലുക്ക്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിക്കണ്ട, അതിൽ വേറെ ലെവല് സാധനം. എൻ്റെ കളറൊക്കെ മാറ്റിട്ടാ, യെല്ലോ, ഗ്രീന്, ബ്ലൂ, വയലറ്റ്, റെഡ്, ബ്ലാക്ക് മിക്സ്, അല്ല വൈറ്റ്. ഓക്കെ, വൈറ്റ് ആണ് ഇപ്പോൾ. ഇത് വൈറ്റ് ആണോ? മിക്സ് കളർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഡോറിൻ്റെ ഒക്കെ മാറുന്നുണ്ടായി. ഓറഞ്ച് ഇഷ്ടമായിട്ടാ, ഓറഞ്ച് ഇട്ടെന്ന് ഒഴിച്ചോക്കട്ടെ. എൻ്റെ ഏതാ ലുക്ക് കണ്ട, ബാക്കൊക്കെ കണ്ട സീന് വണ്ടി. നിങ്ങൾക്ക് കാർ ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല കിടില സാധനം. അല്ല ഏതാ ലെവല്, ഏതാ സാധനം. ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സാധാ വണ്ടികളൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യണ പോലെ നല്ല കുറച്ചുകൂടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതിലുള്ളതിൽ വെച്ചിട്ട്. ഞാൻ കുറേ കാറുകൾ ഇതിൽ ഓടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ കാറിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു അടിപൊളി ലുക്കാണ്. എൻ്റെ വേറൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതും ഞാൻ പറഞ്ഞില്ല, ഈ കാണുന്ന കാറുണ്ട് ഇൻ്റർനെറ്റിൽ ചീറ്റ് മോഡ് ഫയലില്ലേ, അതിൽ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. എൻ്റെ ഈ കാണുന്ന നമ്മുടെ ലംബോർഗിനി ടാർസോൻ്റെ ലിങ്ക് ഞാൻ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലൊന്ന് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും പിണ്ട് കമൻറ്റിലും. നമ്മുടെ റോക്കി ബൈക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നതിൻ്റെ അതിൽ നൈറ്റ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറ്റൊരു ചീറ്റ് കോഡും കൂടി വന്നിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. സോ അതാണ് 3 അടിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ മോൺസ്റ്റർ വരും. ഇതാ കാണിച്ചു തരാം, ഇതൊക്കെ ഉണ്ടാ. ഇത് നമ്മളൊന്നും ചെയ്യില്ല, ഇതാണ്ട് പോയിക്കൊണ്ടിരിക്കും. ബട്ട് നമ്മളതിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇതിനുള്ളിൽ കൂടെ പോയി സാരി നമുക്ക് അതിനെ ഇവിടെ വേറെ എണ്ണത്തിനെ സ്പോൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതും കണ്ടോ പോണേ. ഓക്കെ, ഇത് നമ്മളൊന്നും ചെയ്യില്ല, വെറുതെ പോകും. ബട്ട് അതിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യും. കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് ഫയർ ചെയ്തു. ഓക്കെ, ഇപ്പോൾ കടന്നുണ്ട് ഗോഡ്സിൻ്റെ ഒരു ലുക്ക്. ഇതിപ്പോൾ നമ്മൾ RPG ഒക്കെ ആണെങ്കിൽ ഒറ്റ RPGക്ക് ചാവും. പക്ഷേ നമ്മൾ AK-47 വെച്ച് കൊല്ലാൻ നോക്കുകയാണെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. 2 കണ്ണാ, ഒരു ഗോഡ്സിലൊരു ടെറർ ലുക്ക്. ഇതിൻ്റെ ഡൈനോസറിൻ്റെ വായിൻ്റെ അകത്തേക്ക് പോയ പോലെ എത്തിക്കും പോകാൻ പറ്റില്ല. ഇതാ പറന്നുപോയി, മാഞ്ഞു. ഓക്കെ, ആ ഡൈനോസർ അത് കിട്ടില്ല കേട്ടോ. നമ്മളത് കൊല്ലുമൊക്കെ ചെയ്യും, നമ്മളെ കൊല്ലും. നമുക്കൊന്നും കൂടി ചെയ്യാം. ഞാനൊരു കാര്യം നോക്കാം. നമ്മൾ ഇട്ടപ്പോൾ തെറിച്ച് പോയ ഡൈനോസർ. നമ്മൾ ഡൈനോസറല്ല, നമ്മൾ ഡൈനോസറിനെ സ്പോൺ ചെയ്തതിന് ശേഷം അറ്റാക്കിന് അടിച്ചതിന് ശേഷം ആരെങ്കിലും വെടിയൊക്കെയാണെങ്കിൽ അപ്പോൾ അയാളെ ആ ഒരു ഡൈനോസർ കടിക്കും, അതായത് പോയി കടിച്ച് കൊല്ലും. സോ അതുപോലെ ഇതിൽ വർക്കാവും നോക്കട്ടെ. ഞാനിപ്പോൾ അറ്റാക്ക് നേരിട്ടുണ്ട്. ഈ കാണുന്ന ആളായിട്ടാണ് ഞാൻ വെടിക്കാൻ പോണത്. എനിക്ക് വിചാരിക്കണത് അറ്റാക്ക് ചെയ്യും. നോ, അറ്റാക്ക് ചെയ്യുന്നില്ല. സോ നമുക്കിനി 52 അടിയുടെ ഇനി നമ്മൾ നമ്മുടെ ഡൈനോസർ ഞാനിപ്പോൾ ഓക്കെ അറ്റാക്ക് സ്പോൺസ് പൈനോ അതാ. ഓക്കെ, നമുക്കൊന്നുകൂടി അടിച്ചോക്കട്ടെ. അറ്റാക്ക് അടിച്ചോക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്പൈനോ അതിനെ കൊല്ലും. സ്പൈനോ അല്ല ടീറക്സ്, അങ്ങനെ ഏത് ഡൈനോസർ ആയാലും അത് കൊല്ലും. കാണിച്ചു തരാം. ഞാൻ ഇവിടെ വെടിച്ച് ടാർഗറ്റ് ലോക്ക് എടുത്തേ വന്ന് കടിച്ചാണ്ട് കൊന്ന്. നമ്മളിത് ബിഗ് മോൺസ്റ്ററിൻ്റെ മേത്ത് ട്രൈ ചെയ്തൊക്കെ വർക്കാവുക, അല്ലെങ്കിൽ ബിഗ് മോൺസ്റ്ററിനെ ട്രൈ ചെയ്തൊക്കെ വർക്കാവില്ല. അപ്പോൾ നമ്മൾ ബിഗ് മോൺസ്റ്ററിനെ വെടിക്കാൻ പോകും. അപ്പോൾ സ്പൈനോ അതിനെ കൊല്ലും. ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഓക്കെ, ഞാൻ അങ്ങനെ വെടിക്കാൻ പോവാണ്. ടോ എടേ സ്പൈനോ അതിനെ അറ്റാക്ക് ചെയ്യണ്. അതിനെ കടിച്ച് എടേ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനെ കൊല്ലണ്ട. നമുക്കിവിടെ കടിച്ചു പോകുന്നുണ്ട്. നമുക്കിവിടെ കാറ് സ്പോൺ ചെയ്യട്ടെ. എൻ്റെ കയറിക്കാം നോക്കട്ടെ. അത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് പോയി അത് ചത്തു. അപ്പോൾ സ്പൈനോ അതിനെ കടിച്ച് കൊന്നു. എടേ അങ്ങനൊക്കെ പറ്റും ഇതിനകത്ത് ഏത് ആനിമലിനെ ഷൂട്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്കിവിടെ വേറെ ഇതിലൊരു ആനിമല് അല്ലേ വേണ്ട, ഒന്നും കൂടി ഈ കാണുന്നതിനെ നമുക്ക് സ്പോൺ ചെയ്തിട്ട് ഇതിനെ ഒന്ന് ടാർഗറ്റ് ലോക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഷൂട്ട്. വയോ വണ്ടി കയറാൻ പറ്റുന്നില്ല. ഈശ്വര, അത് കാണാൻ കയറി ഞാൻ വിട് അത് ചത്ത അതിൻ്റെ അടുത്തോട്ട് പോകണ്ടിരുന്നു. കാരണം ഇപ്പം അടുത്തൊന്നും ചാവില്ല. ഓക്കെ, എന്താണ് ആ ബിഗ് മോൺസ്റ്റർ സ്പൈനോനെ അറ്റാക്ക് ചെയ്യാത്ത?
തമ്മിലൊരു ഫൈറ്റൊക്കെ വേണ്ടേ, എന്നാലേ ഒരു സുഖമുള്ളൂ. ഇത് കണ്ട ബിഗ് മോൺസ്റ്റർ അങ്ങനെ തന്നെ പേടിച്ച് ഓടുന്നു. എടാ ബിഗ് മോൺസ്റ്റർ പേടിച്ച് ഓടുകയാണ്. ഓ എടാ ബിഗ് മോൺസ്റ്ററിന് ഡിനോസറിനെ പേടിയാണോ? ഓ നമുക്കില്ലേ വേറൊരു ഡൈനോസറിനെ ഇവിടെ സ്പോൺ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ വേറൊരു സ്പൈനോനെ സ്പോൺ ചെയ്യാൻ 52. ആൻഡ് ഈ സ്പൈനോനെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകണേ. ആൻഡ് ഈ സ്പൈനോനെ അത് കൊല്ലു. ഓക്കെ, ടാർഗറ്റ് ലോക്കഡ്. അതായത് സ്വയം കടിക്കുകയാണോ? വാട്ട്? ആ എടാ മറ്റേ സ്പൈനോ ഒന്ന് ഇതിനെ കടിച്ച്. ഇതിൽ ഏതൊരു ആനിമലിൽ അങ്ങനെ ചെയ്താലും ആ സ്പൈനെ കൊല്ലു. അല്ലെങ്കിൽ ഇത് സ്വയം കടിച്ച് ചത്തറ. എടാ ഇത് സ്വയം കടിച്ച് ചത്ത്. ഓക്കെ, നമുക്കില്ലേ മറ്റേ 50 അടിച്ച് ഇഞ്ഞി വരുന്ന ഡിനോസർ. ആ ഒരു ഡിനോസർ ഇതിനൊന്ന് പിടിച്ചോക്കട്ടെ. അത് സ്വയം കടിച്ചു പോയിരിക്കുന്നു. ഒറ്റ കടിച്ചു കഴിഞ്ഞാൽ ഏതൊരെണ്ണത്തിനെയും സ്വയം കടിച്ചു തിന്നു. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കി. ഈ ഡൈനോസറിനെ ഇടിച്ചോക്കല്ലോ. എന്താ എനിക്കൊന്ന് ഇതിനെ അറ്റാക്ക് ഇതല്ല എത്ര നേരം അറ്റാക്ക് ചെയ്താൽ ഇതിനെ കൊന്നാലിത് നമ്മളൊന്നും ചെയ്യില്ല. അങ്ങനത്തെ ഇപ്പോൾ ഒരു ജുറാസിക് പാർക്ക് പോലെ, കാരണം അത്രയും സാധനങ്ങളുണ്ട്. RPG 2 RPG ചാവ്. ഇത് ചാവുന്നില്ല. വാട്ട്? ഇത് ചാവൂല ഇനി? ഇത് ചാവുന്നില്ല. ആ ചത്ത്. ഓ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഡിനോസറൊക്കെ മാഞ്ഞു പോയി. ഇവിടെ ഉള്ളൊരു കാറങ്ങ് ബ്ലാസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇത്രയാണ് ഞാൻ കണ്ടുപിടിച്ചാൽ. അതിൻ്റെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും ഞാൻ കൊടുക്കാം. ആൻഡ് മറ്റൊരു കിടിലൻ വീഡിയോ വരുന്നവരെ എല്ലാ മച്ചന്മാർക്കും ബൈ.